ഹിജ്റ 1446 ആണ്ട് നമ്മളോട് വിട പറഞ്ഞു. 1447 ആണ്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. മുഹറം ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി. ഈ ഒരു ഘട്ടത്തിലാണ് ഹിജ്റ സംഭവിക്കുന്നത്. ഇസ്ലാമിലെ കാലഗണന, മാസ വർഷ ഗണനകൾ എങ്ങനെ വേണം എന്ന ചർച്ചയ്ക്ക് ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. വർഷം കണക്കാക്കുന്ന സമ്പ്രദായം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്താണ് ആരംഭിച്ചത്. അതിനു മുമ്പ് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർഷം കണക്കാക്കിയിരുന്നത്. ഹുദൈബിയ സന്ധിക്ക് മുമ്പ്, ശേഷം, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ബദറിന് മുമ്പ്, ശേഷം, അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളായിരുന്നു അവർ കാലത്തെ, സന്ദർഭത്തെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ ഇസ്ലാം വളരെ സമ്പന്നമായി. നമുക്കൊക്കെ അറിയുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല പ്രവചനങ്ങളും പുലരുന്നത് അവിടെയാണ്. കിസ്രയുടെയും കൈസറിൻ്റെയും ഒക്കെ അധികാര സിംഹാസനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് കീഴ്പ്പെടുന്ന ഒരു കാലത്തെക്കുറിച്ച് പ്രവാചകൻ ഹിജ്റയുടെ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ആട്ടിയോടിക്കപ്പെടുന്ന, തന്നെ ഒരു പിച്ചാത്തിയുടെ അറ്റത്ത് അവസാനിപ്പിക്കും എന്ന് ചിന്തിക്കേണ്ടുന്നൊരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ് പ്രവാചകൻ ഹിജ്റ പോകുന്നത്. അപ്പോൾ ആ പ്രവചനങ്ങളൊക്കെ പുലരുകയാണ്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വളരെ വിഷമത്തോടുകൂടെ പ്രവാചകനും പ്രവാചകന്റെ ഉത്തമ ശിഷ്യൻ സിദ്ദീഖിനും കിട്ടാത്ത അനുഗ്രഹങ്ങൾ പടച്ചോനെ എനിക്ക് നീ നൽകി, എൻ്റെ എല്ലാ പുണ്യങ്ങളും ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീ അവസാനിപ്പിക്കല്ലേ എന്നൊക്കെ അദ്ദേഹം വേവലാതിപ്പെടുന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ കത്തുകൾ ഇങ്ങനെ നിരന്തരം ധാരാളം ഗവർണർമാർക്കും മറ്റു രാജാക്കന്മാർക്കും രാജ്യത്തിൻ്റെ പുറത്തേക്കൊക്കെ വിടേണ്ടി വന്നു. അപ്പോൾ അംബാസിഡർമാരുണ്ടായിരുന്നു. ഉഖ്ബത്ത് ബിൻ ആമിർ ഷാമിലേക്കുള്ള അംബാസിഡർ ആയിരുന്നു. അങ്ങനെ ഈ കത്തുകൾ വരുമ്പോൾ ആദ്യം വന്ന കത്ത് ഏതാണ്, പിന്നെ വന്ന കത്ത് ഏതാണ്? കാരണം കാലഗണനയാണല്ലോ. ഇന്ന സംഭവത്തിന് ശേഷം, ഇന്ന കാര്യത്തിന് ശേഷം എന്നൊക്കെ പറയുമ്പോൾ ഈ കത്തുകൾ ആദ്യം വന്നത് ഏതാണ്, പിന്നെ വന്നത് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഭരണപരമായ നടപടിക്രമങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴാണ് അവർ ക്രൈസ്തവർക്കിടയിൽ തീയതി രേഖപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ ചർച്ച തുടങ്ങിയപ്പം സഹാബത്തിൽപ്പെട്ട പലരും പറഞ്ഞു, നമുക്ക് അര്യഹു കതാരീഖിൽ ഫുറുസ്, നിങ്ങൾ പേർഷ്യക്കാരുടെ ചരിത്ര രേഖപ്പെടുത്തലിൻ്റെ രീതി സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. അവർ വക്കാനത്തുൽ ഫുറുസു യുഅർരിഖൂന ബിമുലൂകിഹിം വാഹിദൻ ബഅദ വാഹിദ്, അവരുടെ രാജാക്കന്മാരുടെ പേരിലായിരുന്നു. ഇപ്പോൾ മുഗൾ ചക്രവർത്തിമാർ എന്നൊക്കെ പറയുന്ന പോലെ, ഒന്നാം മുഗൾ ചക്രവർത്തി, രണ്ടാം മുഗൾ ചക്രവർത്തി എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ നാട്ടിൽ അന്നത്തെ രാജാക്കന്മാരുടെ പേര് വെച്ചിട്ടായിരുന്നു അവർ രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ കുറേ ആളുകൾ അത് പറഞ്ഞു, അത് നമുക്ക് വേണ്ട, അങ്ങനെ വ്യക്തികളെ വെച്ചുകൊണ്ടുള്ള രീതി നമുക്ക് വേണ്ട. അപ്പോൾ വേറെ ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ റോമകാരുടെ രീതി സ്വീകരിക്കൂ, അവരുടെ ഒറ്റ രാജാവിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ വേറെ ചില ആൾക്കാർ പറഞ്ഞു, അർരിഖൂ ബി മൗലിദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ജനന തീയതിയെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഹിജ്റ വർഷം, നിങ്ങൾ ഇസ്ലാമിൻ്റെ വർഷഗണന തീരുമാനിക്കൂ. അപ്പോൾ അതും ആരും പ്രസക്തമായി കണ്ടില്ല. വേറെ ചില ആളുകൾ പറഞ്ഞു, ബൽ ബിമബഅസിഹി, പ്രവാചകത്വം കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വർഷം ആരംഭിക്കാം, പ്രവാചകത്വം കിട്ടിയ ആ സംഭവത്തെ ആദ്യ വർഷമായി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ഏറ്റവും അവസാനത്തെ അഭിപ്രായം വന്നു, ബൽ ബിഹിജ്റതിഹി, ഹിജ്റയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാകാം, ഹിജ്റയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കിത് ചെയ്യാം എന്ന അഭിപ്രായം വന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല തരീഖി ബിൽ ഹിജ്റതി ളുഹൂരിഹി വസ്തിശാരിഹി വത്തഫഖു മഅഹു അലാ ദാലിക്, എല്ലാവരുടെയും ചൂറയുടെയും ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഹിജ്റ പ്രവാചകൻ നടത്തിയ ആ സംഭവത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഇസ്ലാമിലെ കാലഗണന നിശ്ചയിക്കാം എന്നുള്ളിടത്തേക്ക് എത്തി. അങ്ങനെയാണ് ഹിജ്റ വർഷം എന്ന പേര് യഥാർത്ഥത്തിൽ സമ്പാദിക്കുന്നത്. ഹിജ്റ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു. മക്കയുടെ പ്രാന്തങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമത്തോടുകൂടെ തൻ്റെ ഹിജ്റയിൽ മക്കയുടെ യാത്ര പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് വഹു വാഖിഫുൻ അലാ റാഹിലതിഹി ബിൽ ഹസവ്വറ മിൻ മക്ക, മക്കയിലെ ഒരു പ്രത്യേക ഇടത്തിലെത്തുമ്പോൾ, മക്കയിൽ നിന്ന് പ്രവാചകൻ മദീനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ മക്കയോട് അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി
ഇന്നകില ഖൈറു അർദില്ലാഹി, അള്ളാഹുവിന്റെ നാടുകളിൽ എനിക്ക് ഏറ്റവും ഖൈറായി തോന്നിയ നാട് നീയാണ്. വഅഹബ്ബു അർദില്ലാഹി ഇലയ്യ, അള്ളാഹുവിന്റെ നാടുകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നാടും നീയാണ്. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, നിന്നിൽ നിന്ന് എന്നെ എൻ്റെ നാട്ടുകാർ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ, അവരെന്നെ ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ, അവരെന്നെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി ഒരുക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനൊരിക്കലും ഇവിടെ നിന്ന് വിട്ടുപോകുമായിരുന്നില്ല എന്നാണ്, ഞാൻ ഇവിടെ തന്നെ നിലകൊള്ളുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം, പ്രവാചകത്വം കിട്ടിയ എല്ലാ പ്രവാചകന്മാർക്കും ഹിജ്റയുടെ ഒരു പശ്ചാത്തലത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം അവരെ പ്രതിരോധിച്ചിട്ടുണ്ട്, അവരെ ഭരണകൂടങ്ങൾ നേരിട്ടിട്ടുണ്ട്, അവരെ ആയുധങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അവരെ കൊന്നു തള്ളിയിട്ടുണ്ട്, ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിക്കുമ്പോൾ പനിച്ചു വിറച്ച് ഭയന്ന് 600 ചിറകുള്ള ജിബ്രീൽ അലൈഹിസ്സലാമയെ പ്രവാചകൻ കണ്ണുകൊണ്ട് കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഖുർആൻ മനപ്പാഠമാക്കാൻ പറഞ്ഞു. അദ്ദേഹം പേടിച്ചു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹയിൽ ഇരിക്കുമ്പോഴും പ്രവാചകത്വം പ്രതീക്ഷിച്ചല്ല ഇരുന്നത്. പ്രവാചകനാകാൻ വേണ്ടി ഒരു മാലാഖ, ഒരു മലക്കൻ്റെ അടുത്ത് വരുമെന്ന് വിചാരിച്ചിട്ടല്ല ഇരുന്നത്. അദ്ദേഹത്തിന് അന്നാട്ടിലുണ്ടായിരുന്ന ദുഷിച്ച സമ്പ്രദായങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ മനമടുപ്പിൽ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പ് മൂടിക്കിടക്കുന്ന മനുഷ്യ എഴുന്നേറ്റ് ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ, നീ സമൂഹത്തിലേക്ക് ഇറങ്ങി ദൗത്യം നിർവഹിക്ക് എന്നൊക്കെയുള്ള ആഹ്വാനങ്ങൾ വരുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെയും കൊണ്ട് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് പോകുന്നുണ്ട്. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾക്ക് ഈ പ്രവാചകത്വം പൂർണ്ണമായി കിട്ടി, ഉത്തരവാദിത്തം കിട്ടി, ഈ ദൗത്യമായിട്ട് നിങ്ങളിവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. അക്കൂനു ഹയ്യൻ ഹീന യുഖ്രിജു ഖൗമുക്, നിന്റെ ജനത നിന്നെ പുറപ്പെടുവിപ്പിക്കുന്ന, ഇവിടുന്ന് പുറത്താക്കുങ്ങളെ, നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും, ആ ദിവസം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, ആ മുഖരിജിയഹും, മക്കക്കാരെന്നെ പുറത്താക്കിയേ, മക്കക്കാരെന്നെ പുറത്താക്കിയേ, മക്കക്കാരുടെ അല്ലമീനാണ് ഞാൻ. ഹജറുൽ അസ്വദ് എവിടെ വെക്കണമെന്ന് തർക്കം, കഅബയുടെ പുനർനിർമ്മാണ പ്രക്രിയ നടക്കുമ്പോൾ പറിച്ചെടുത്ത ഹജറുൽ അസ്വദ് വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുന്ന കാര്യം തർക്കം വന്നപ്പോൾ എല്ലാവരും കൂടി പരിഹാരത്തിന് നിർദ്ദേശിച്ചത് എന്നെയാണ്. ആ എന്നെ ജനങ്ങൾ പുറത്താക്കി. അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനും സുമുഖനും ശ്രേഷ്ഠനും പാരമ്പര്യം കൊണ്ട്, തറവാട് കൊണ്ട്, മഹിമ കൊണ്ട്, സെലിബ്രിറ്റി പരിവേഷം കൊണ്ട്, എന്തുകൊണ്ടും ഇന്നത്തെ കാലത്തെ മാനദണ്ഡങ്ങൾ എടുത്താൽ ഒന്നാം സ്ഥാനത്ത് നിന്ന ആ പ്രവാചകന്റെ ഉള്ളിലെ സംശയം വളരെ പ്രസക്താണ്. അപ്പോ വറഖത്ത് ബിൻ നൗഫൽ എന്ന് കൊടുക്കുന്ന ഉത്തരമുണ്ട്, നഅം ലം യഅതി അഹദുൻ ഖത്തു ബിമാ ജിഅത ബിഹി ഇല്ലാ ഊദിയ ഔ ഊദിയ വ യുദ്രികുനി യൗമുക അൻസുറുക നസ്റൻ മുഅസ്സറ. അദ്ദേഹം പറയുന്നുണ്ട്, നീ കൊണ്ടുവന്ന സന്ദേശവുമായി ആരൊക്കെ സമൂഹത്തിൽ വന്നിട്ടുണ്ടോ അവരൊക്കെ ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രവാചകനുമില്ല ഹിജ്റ പോകാത്തത്. കിട്ടിയ സന്ദേശം കിട്ടിയ നാട്ടിലെ പണി നിർത്തി മറ്റൊരു നാട്ടിലേക്ക് പോയി ദൗത്യ നിർവഹണത്തിന് ശക്തി പകരേണ്ടുന്ന, അതിന് അത് ഏറ്റെടുക്കേണ്ടി വന്ന അനുഭവമില്ലാത്ത ഒരാളും ഇല്ല. ഇല്ല ഊദിയ ഊദിയ, അവര് അവിടെ നാട്ടിയൊടക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവര് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാ, വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്നത് തൗറാത്ത് വിശ്വസിക്കുന്ന, തൗറാത്തിലെ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, സംശുദ്ധമായ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുള്ള, അള്ളാഹുവിന്റെ ദീന് യഥാവിധി ഉൾക്കൊണ്ട അന്നത്തെ ഒറ്റപ്പെട്ട ഇബ്രാഹിമിയം മില്ലത്ത് സ്വീകരിച്ചു പോരുന്ന ഒറ്റപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, എന്ത്, നീ സത്യസന്ദേശവുമായി ഇറങ്ങുന്ന അന്ന് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ശക്തമായ ഒരു പിന്തുണ തരും, ഒരു സഹായം തരും എന്ന് അദ്ദേഹം പറയാണ്. ആ വയോധികൻ അദ്ദേഹത്തിന്റെ കിനാവ്, അദ്ദേഹത്തിന്റെ സ്വപ്നം പങ്കുവെക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഹിജ്റയുടെ മുമ്പ് ഇങ്ങനത്തെ കുറെ സംഗതികളൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ ഘട്ടത്തിലേക്ക് എത്തും മുമ്പ് പ്രവാചകന്റെ രഹസ്യ പ്രബോധനത്തിന്റെ കാലമുണ്ട്. ഇസ്ലാം അതിന്റെ തനതായ മർമ്മത്തിലും അർത്ഥത്തിലും നിർവഹിക്കപ്പെട്ടു പോകുമ്പോൾ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇനി ആ പഴയ കാലം തന്നെ തിരിച്ചു വരും. ആരും ഇസ്ലാമിലെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അപരിചിതമായി തോന്നും. എന്തിത്താ ഈ പറയണത്, ഇതേതാ കാലം, ഇവരിത് മനസ്സിലാകണില്ലേ എന്ന് ജനം ചോദിക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അന്ന് പ്രവാചകൻ പറയാ, അന്ന് തൂബാ ലിൽ ഖുറബാ, അന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആ മനുഷ്യന്മാർക്ക്
എൻ്റെ സന്തോഷ വാർത്തയുണ്ട് എന്നാണ്. ഈ കാലത്ത് പറയാൻ പറ്റിയ കാര്യമാണോ അത്? അല്ലേ? ഈ കാലത്ത് പറയാൻ പറ്റിയ കാര്യമാണോ മ്യൂസിക്കിനെ കുറിച്ച്, ഡാൻസിനെ കുറിച്ച്, ആണും പെണ്ണും കൂടിക്കലറിനെ കുറിച്ച്? അതൊക്കെ കിതാബിൽ അവിടെ ഉണ്ടാകും. ആ കിതാബിലുള്ളതൊക്കെ അവിടെ വെക്കാന്നല്ലാതെ അതൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുമെന്നാണ്. അതൊക്കെ പറഞ്ഞാൽ ആകെ പ്രശ്നമല്ലേ എന്നാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്ക് ചോദിക്കാനുണ്ടാകുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്ത് കുടുംബത്തെ മുഴുവൻ തെറ്റിക്കണോ? നീ ഒരു കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ടാകും, എൻ്റെ മനസ്സിൽ വെച്ച പോരെ? എൻ്റെ ഭാര്യനോട് പറയണോ? മക്കളോട് പറയണോ? ഏലസും ഐക്കല്ലും പൊട്ടിച്ചെറിയണമെന്ന് മനസ്സിലായപ്പോൾ അത് പൊട്ടിച്ചെറിഞ്ഞ് ശാന്തമായി ശക്തമായി അത് ഉൾക്കൊണ്ട് നിലപാടെടുക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഹിജ്റ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാചകത്ത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നോക്ക്, നിങ്ങൾ പ്രവാചകൻ എന്തേത് രഹസ്യമായിട്ട് പറയേണ്ടി വന്നു? ആരാത്? വഹയുള്ള റസൂലുള്ളാഹിയാണ്. രഹസ്യമായിട്ട് പറയേണ്ടി വന്നു. അർക്കമിന്റെ വീട്ടിൽ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കും, ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹുവിനൊക്കെ പോണത്. ബിലാൽ റളിയല്ലാഹുവിന് പോണത് എങ്ങനെയാ? ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ യജമാനന്മാരുടെ കൂടെ ഈത്തപ്പനത്തോട്ടത്തിലായിരുന്നു. ഈത്തപ്പനത്തോട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് കേൾക്കാണ് രണ്ട് മുതലാളിമാർ സംസാരിക്കണേ. നമ്മളിനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, മുഹമ്മദ് പറയണ വിഷയത്തിൽ കുറച്ച് കാര്യമുണ്ട്, സംഭവം നമുക്കത് പറയാൻ പറ്റൂല്ലേ എന്നുള്ളതല്ല വിഷയം എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നിട്ടപ്പോൾ അദ്ദേഹം നേരെ അന്നത്തെ പണി, രാത്രി വൈകി അന്നത്തെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം ഒട്ടകങ്ങളൊക്കെ കെട്ടി വെള്ളമൊക്കെ കൊടുത്ത് എന്നും ആ ഒട്ടകത്തിന്റെ ആലയിൽ തന്നെ ഉറങ്ങണ ബിലാല് പതിയെ യജമാനന്മാരെ കാണാതെ പതുക്കെ ഇറങ്ങാണ്. നല്ല നിലാവെളിച്ചമുള്ള രാത്രിയിൽ ഈത്തപ്പനത്തോട്ടങ്ങളുടെ ഇടതൂർന്ന ഇടവഴികളിലൂടെ ഇങ്ങനെ പതുക്കെ പോയി അർക്കമിന്റെ വീട്ടിലെത്തുമ്പോൾ അന്ന് കാവൽ നിന്ന് ആൾക്കാർ ചാടി എണീക്കുന്നുണ്ട്. ബിലാലിനെ കണ്ടപ്പോൾ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു. റസൂലുള്ളാഹി അദ്ദേഹത്തെ വാരിപ്പുണർന്നു. മക്കത്ത് നിന്ന് ആദ്യമായി മനുഷ്യർ തന്നെ സ്പർശിക്കണം, അടിമയെന്ന ഇടത്ത് നിന്ന് മനുഷ്യനെന്ന ഇടത്തേക്ക് പ്രവാചകൻ അദ്ദേഹത്തിന് ഒരിടം കൊടുക്കുമ്പോൾ ആ കൊച്ചു കുടിലിൽ വെച്ച് അദ്ദേഹം ഷഹാദത്ത് ചൊല്ലുകയാണ്. ആ ഷഹാദത്ത് ഉൾക്കൊണ്ട് പതിയെ വീട്ടിലേക്ക് മടങ്ങാണ്. പക്ഷേ ഈ ഷഹാദത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടൊരു വ്യക്തിക്ക് ഉണ്ടാകണേ വലിയ ചേഞ്ചസ് ഉണ്ട്, വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു നിമിഷത്തിൽ അത് ഉൾക്കൊള്ളുമ്പോൾ കിട്ടുന്ന പുതിയൊരു തണുപ്പുണ്ട്. നമ്മളൊക്കെ ഇസ്ലാമിൽ ജനിച്ചതുകൊണ്ട് ചിലപ്പോൾ അതങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ നോക്ക്, ഹാദിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അടുത്ത കാലത്ത് എന്തെല്ലാം പ്രതിരോധങ്ങൾ ഉണ്ടായി ഇവിടെ. അവളുടെ വീട്ടിൽ അടക്കപ്പെട്ടു. അവളുടെ വീട്ടിൽ അവൾ അടക്കപ്പെട്ടു. വീട്ടിൽ അടക്കപ്പെട്ടിട്ടും അവൾ എന്തേ അങ്ങനെ തന്നെ ഉറച്ചു നിന്ന്? അങ്ങനെ എത്ര ആളുണ്ട്, ഒരു ഹാദിയനെ മാത്രം എടുക്കണ്ട അല്ലെ? ഇന്ത്യയുടെ പരമോന്നത കോടതി വരെ ആ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. ജീവിത വഴിയിൽ കൂടെ ചേർന്ന ഭർത്താവിനെ അവർക്ക് ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കണം. ആ കുട്ടിക്ക് അല്ലാഹു നല്ല സ്വസ്ഥമായ ദാമ്പത്യം കൊടുക്കട്ടെ, ആ ചെറുപ്പക്കാരനും അല്ലാഹു സ്വസ്ഥമായ ദാമ്പത്യം കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറയണത് ഇങ്ങനത്തെയൊക്കെ സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എത്രയോ ആളുകളെ നമുക്കറിയാം. ഇത്തരം വഴികളിലൂടെ സഞ്ചരിച്ച് ഈ വെളിച്ചങ്ങളൊക്കെ ഉൾക്കൊണ്ട് കടന്നു വന്ന ആളുകളെ അറിയാം. ഒരുപക്ഷെ നമ്മുടെ തന്നെ സദസ്സിലും നമ്മുടെ തന്നെ ഇടയിലും ഒക്കെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. അവർക്കൊക്കെ അല്ലാഹു ഈമാനിന്റെ കരുത്തിനെ കൊടുക്കട്ടെ, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയെ കൊടുക്കട്ടെ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയാണ്. പ്രവാചകൻ ആഗ്രഹിക്കുന്നുണ്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നെങ്കിൽ എന്ന്. അദ്ദേഹം ചേരുമ്പോൾ മക്കത്ത് വളരെ പബ്ലിക്കായിട്ടുള്ള ഇടപെടൽ തുടങ്ങുകയാണ്. പിന്നെ അവിടെ മുതൽ നമുക്ക് കാണാൻ പറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വലിയ പ്രശ്നങ്ങളെയാണ് യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്നത്. അതാണ് അവസാനം ഹിജറയിലേക്ക് എത്തുന്നത്. ഹിജറ ഒരിക്കലും പ്രവാചകൻ കൊതിച്ചതല്ല. എന്നാൽ ഹിജറയിലേക്ക് പോകും മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിജറയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്, ഒരുപാട് പാഠമുണ്ട്. ഇങ്ങനെ നമ്മൾ ഇത്രയും ദിവസങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധിച്ച ചില വെളിച്ചങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ സഹായമാണ്. സഹോദരന്മാരെ, എന്ത് കാര്യത്തിലും അവസാനത്തത് പടച്ചോൻ്റെ സഹായമാണ്. ഏത് കാര്യത്തിലും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. എനിക്ക് എൻ്റെ ഉമ്മൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ, അവർക്ക് അവരുടെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടൊരു മുഴ ഉണ്ട്. അത് ഒരുപക്ഷെ ക്യാൻസർ ആയിരിക്കും എന്ന അസസ്മെൻറ്റിലൊക്കെ എത്തി. നമ്മൾ ഓങ്കോ സർജനെ തന്നെ പ്ലാൻ ചെയ്തു, സർജറി ഒക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് അവർക്ക് ക്യാൻസർ അല്ല എന്ന് കൺഫേം ആയി. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ക്യാൻസർ ആണെന്ന് വരുന്നതോട് കൂടെയുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ശരിക്കും കണ്ടൊരു കാഴ്ച ഉണ്ട്. 3 സഹോദരിമാരും 2 സഹോദരങ്ങളും അവരുടെ ഉമ്മിയും ഈ MVR ക്യാൻസർ സെൻ്ററിൽ ആളുകൾ ചായ എടുക്കുന്ന സ്ഥലത്തിരുന്ന് അവരിങ്ങനെ കരയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളെ പ്രശ്നങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയപ്പോഴറിയോ അവിടെയൊക്കെയുള്ള മനുഷ്യന്മാരോടൊക്കെ ഒന്ന് വർത്താനം പറയുമ്പോഴാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഉമ്മക്ക് രോഗമുണ്ട്, രോഗം ചികിത്സിക്കാവുന്ന സ്റ്റേജിലല്ല എന്നാണ് അവരെത്തിയത്. നല്ല സമ്പന്നരായ കുടുംബമാണ്. അപ്പോൾ ഒരു ബാഗുണ്ട്, ഒരു കറുത്ത ബാഗ്, ഈ പെൻഷനേഴ്സിൻ്റെ കയ്യിലുണ്ടാണ് ബാഗ് എന്ന് ഞാനിന് പറയാം. കുഞ്ഞൊരു ബാഗുണ്ട്. ആ ബാഗ് നോക്കിയിട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിൽ പൈസ ഉണ്ട് മലവി, ഇതിൽ പൈസ ഉണ്ട്, പക്ഷേ
ഈ പൈസ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ചികിത്സ അല്ല എന്നാണ് പറയുന്നത്. ഇനി പാലിയേറ്റീവ് മെഡിസിൻ എടുക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ ആ ഒരു നിസ്സഹായാവസ്ഥ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു 50 ലക്ഷമെങ്കിലും ചികിത്സക്ക് കൊടുക്കേണ്ട ഒരാളതാ ഞാൻ അവിടെ കാണിച്ചത്, ഇന്ന കൗണ്ടറിലുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് ചികിത്സിക്കാൻ പറ്റും, പക്ഷെ പൈസ അല്ല. അയാൾ ഇങ്ങനെ എണീറ്റിട്ട് ആ ക്യാഷ് പോയിട്ട് അയാളുടെ കയ്യിൽ അത് എടുത്തിങ്ങനെ കൊടുക്കണത് ഭയങ്കര ലൈവായിട്ട് കണ്ടിയാൽ, ലൈവായിട്ട്. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറയണത് നമുക്ക് റബ്ബിൻ്റെ സഹായം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സ്വതക്കയായിരിക്കും ചിലപ്പോൾ നീണ്ട വർഷങ്ങൾ മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ തിയറികളെയും കാറ്റിൽ പറത്തി നിങ്ങളുടെ വൈഫ് ജീവിക്കാൻ കാരണമാണത്. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പടച്ചവൻ്റെ സഹായമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം നമ്മുടെ ഒരു സഹോദരൻ്റെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഉപ്പാൻ്റെ രോഗം ചികിത്സിക്കാവുന്ന അവസ്ഥയിലല്ല. അദ്ദേഹത്തിന് എന്ത് വേണം? കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിരുന്നു, ഞാനത് വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വസ്ഥമായിട്ട് ക്യാൻസർ രോഗത്തിലൂടെ ഉണ്ടാകാവുന്ന വിഷമങ്ങളൊന്നും ഇല്ലാതെ, മരണം എന്തായാലും ഒരു ദിവസം ഉണ്ടാകും, ഏറ്റവും സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഷഹാദത്ത് ചൊല്ലി അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള സന്തോഷകരമായൊരു മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുക്കുമാറാകട്ടെ. രോഗപീഠകളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുമാറാകട്ടെ. ഈ പറയുന്ന എല്ലാ കണക്കും തെറ്റിച്ച് ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിന് ജീവിക്കാം ആഫിയത്തോടെ. രോഗമൊക്കെ ഉണ്ടെങ്കിലും ആഫിയത്തോടെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം എന്നുള്ളത് നമ്മളിതിൽ പ്രധാനമായിട്ട് കാണണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി, പിടിച്ചു കെട്ടി അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് അവരുണ്ടാക്കി. പക്ഷേ എല്ലാ അറേഞ്ച്മെൻറ്റ്സുകളെയും പൊളിച്ചടുക്കി പ്രവാചകൻ മദീന അണയണത് നമ്മൾ കാണുകയാണ്, അല്ലേ? എന്താ ആ ഗുഹയുടെ മുന്നിലൂടെ അങ്ങനെ കാല് കാണുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ അസ്വസ്ഥനായി കരയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങണ പ്രവാചകനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നിങ്ങൾ. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷയം വരുമ്പോൾ തന്നെ രാത്രി ഉറക്കം പോകും, ശരിക്കും ഉറങ്ങാണ്. ആ ഗുഹയിൽ തന്നെ അന്വേഷിച്ച് വാളും കൊണ്ട് വലിയ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ച് ആ സമ്മാനപ്പൊതിക്ക് വേണ്ടി നടക്കണേ മനുഷ്യന്മാരൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഒരു ബേജാറുമില്ല. നമുക്കെന്താ, നമ്മളെ നാട്ടിൽ തന്നെ മറവിയോ, നമ്മളെ മോളെ കല്യാണത്തിന് മറ്റേ പള്ളി കമ്മിറ്റിന്റെ കിതാബ് കിട്ടും, കിതാബ് ഇവിടെ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ ബേജാറാവണു. ആ കിതാബിൽ എഴുതിയാലും ഈ കിതാബിൽ എഴുതിയാലും കണക്കാ. 2 നില ലെഡ്ജർ, പീടിന്ന് വാങ്ങിയ ലെഡ്ജർ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല കേട്ടോ. എല്ലാ നിയമപരിരക്ഷയും കിട്ടും, ഒരു പ്രശ്നമല്ല, അല്ലേ? അപ്പം ഞാൻ പറയണത് അങ്ങനത്തെ ബേജാറുകളായിരിക്കും നമ്മളെ വേട്ടയുടെ. നമ്മളെ കടിയിൽ നാൾ സാധനം വാങ്ങൂലേ, നമ്മൾ കുടുങ്ങോ, അല്ലേ? നമുക്ക് ആ കിറ്റ് വരുമോ, ഈ കിറ്റ് വരുമോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ബേജാറാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എത്ര സ്വസ്ഥമായിട്ട് ഉറങ്ങണേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്വസ്ഥനായി കരഞ്ഞ് ആ കണ്ണീര് നബിന്റെ മുഖത്ത് വീഴുമ്പോൾ ഞെട്ടി ഉണർന്നിട്ട് എന്തേ സിദ്ദീഖ് നിൽക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഒരു കാലാണ് ആ കണ്ണ്. അള്ളാഹുവിൻ്റെ റസൂല് ബേജാറാണില്ല. ബിസ്നൈനില്ലാഹി സാലിസുഹുമ, 2 ആൾക്ക് കൂട്ടായിട്ട് 3ാമത്തത് റബ്ബാണ് അബൂബക്കർ, അതങ്ങ് മറക്കരുത്. അപ്പോൾ എന്തിലും ഈ ഒരു തവക്കുലിന്റെ മനോനിലയിലേക്ക് ഉയരാൻ പറ്റിയാൽ നമുക്ക് ഏലസും വേണ്ട, ഒരു ഐക്യലും വേണ്ട, ഒരു കുന്തവും വേണ്ട. നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്തേക്കണം. അതുകൊണ്ടാണ് ഒട്ടകത്തെ കെട്ടിയിടാതെ എൽമിന്റെ സദസ്സിലേക്ക് പാഞ്ഞു കയറിയ ആളോട് പോയിട്ട് കെട്ടണം. നബിയെ തവക്കുലാക്കിയിട്ടുണ്ട്, കെട്ടിട്ടിട്ട് തവക്കുലാക്ക്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടെ ഇലക്ഷൻ പ്രക്രിയയിൽ ഇടപെടുക, നിർണായകമായ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്, അല്ലേ? അതൊക്കെ നമ്മൾ ചെയ്യേണ്ട. ഇലക്ഷന്റെ അന്ന് വെള്ളിയാഴ്ചയാണ്, നിങ്ങൾ ആ ഖുത്ബ എടുത്ത് കേട്ടാൽ മതി. ഇലക്ഷന്റെ അന്നത്തെ വെള്ളിയാഴ്ചത്തെ ഖുത്ബ ഓൺലൈനിൽ നിങ്ങൾ എടുത്ത് കേട്ടാൽ മതി. എന്താണോ നമ്മൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അതിന്റെ വഴിയിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ട് അങ്ങനെയൊക്കെ തന്നെ ഇവിടെ നീങ്ങുള്ളൂ, അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ഇപ്പൊ ചില പുതിയ വിവാദങ്ങളൊക്കെ സമൂഹത്തിൽ കത്തിപ്പടരുന്നുണ്ട്. അത്തരം വിവാദങ്ങളിലൊക്കെ കൃത്യമായ സ്റ്റാൻഡ് പറയണത് നിങ്ങൾ നിങ്ങളുടെ സെൽഫോണിൽ റിമൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇട്ടോളി. എന്താ, നമ്മുടെ കലാലയങ്ങൾ വ്യത്യസ്തമായ മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുന്നു എന്നത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് ചില ആളുകളൊക്കെ അവരുടെ വരുമാനത്തെ തൃണവൽഗണിച്ചുകൊണ്ട് അതൊരു പ്രശ്നമല്ലെന്നുള്ള നിലക്കുള്ള സ്റ്റാൻഡുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അത് അപ്രതീക്ഷിതമായ അസ്ഥാനത്തൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷത്തെ തുടർച്ചയായ യുദ്ധത്തിന്റെ പ്രബോധനത്തിന്റെ ബോധവൽക്കരണത്തിന്റെ തുടർച്ചയാണ്. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിശദീകരിച്ചിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കണം, നല്ലതാണ്. അപ്പോൾ ഒന്ന് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഏത് വിഷയത്തിലുണ്ടാകുന്നുള്ള ത്രാണിയോടുകൂടെ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള കരുത്താണ് ഹിജ്റ നൽകുന്നത്. ഹിജ്റ ചെന്നു, മദീന സ്വീകരിച്ചു, പാട്ടുപാടി സ്വീകരിച്ചു. പിന്നെ വെച്ചടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരുകയാണ്, അല്ലേ? ഇസ്ലാമിക സമൂഹം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വളരുന്ന ഇസ്ലാം ഇന്നും ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ. ഇസ്ലാം ലോകത്തെ ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്തെത്തുന്ന മതമാണ് എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തുകയാണ്. രണ്ടാമത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, വിശ്വാസി പ്രതീക്ഷയുള്ളവനാകണം എന്നുള്ളതാണ് ഇത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം. വിശ്വാസി പ്രതീക്ഷയുള്ളവനാകണം. റസൂലുള്ളാഹിക്ക് അവിടെ ഒരു നിരാശയില്ല. അതുകൊണ്ടാണ് തന്നെ കൊല്ലാൻ വേണ്ടി വന്ന സുറാഖ എങ്ങനെ വരണേ? എല്ലാവരും നിരാശപ്പെട്ട് കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടാതെ അവസാനം മടങ്ങാൻ ഒരുങ്ങുമ്പോൾ അവിടെ ഒരു കിഴവി പറയാണ്, ഞാൻ കണ്ടല്ലോ സിദ്ദീഖിനെയും പിന്നെ മുഹമ്മദിനെയും ഓരിങ്ങനെ പോകണുണ്ടല്ലോ.
അപ്പോൾ വെറുതെ തള്ളേ ഓരോന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് സുറാഖ രംഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് പതുക്കെ പോയിട്ട് ചോദിച്ചു, എവിടെയാണ് മൊത്തം കിട്ടുന്ന സമ്മാനത്തിന് പകുതി നിങ്ങൾക്ക് തരാം. പ്രവാചകനെ വെട്ടിക്കൊന്നിട്ടോ അല്ലെങ്കിൽ പിടിച്ച് കെട്ടിയിട്ടോ സമ്മാനം വാങ്ങാൻ വേണ്ടി പോയ സുറാഖ വില്ലിലിങ്ങനെ അമ്പ് കോർത്ത് അമ്പ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തല കുത്തി വീഴുകയാണ്. പ്രവാചകൻ വന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അവിടെ പ്രവാചകൻ എത്ര ശാന്തനായിട്ടാണ് സംസാരിക്കണേ. അവിടെ വെച്ച് അദ്ദേഹം ഇസ്ലാം ഉൾക്കൊള്ളാണ്. കൊല്ലാമെന്ന ആള് പ്രവാചകന്റെ സംരക്ഷകനാവുകയാണ് അല്ലേ. അവിടുന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, കിസ്രയുടെ കിരീടം താഴെ വീഴും, നിന്റെ ശിരസിൽ അത് ആളുകൾ അണിയിച്ചു തരും. കിസ്രയുടെ ആഭരണങ്ങൾ നിന്റെ ശരീരത്തിൽ വെക്കുന്നൊരു ദിവസം വരാനുണ്ട്. കിസ്രയുടെ ഊരിയെടുക്കപ്പെട്ട പിന്നെ മോതിരം നിന്നെ അണിയിക്കും എന്നൊക്കെ പ്രവാചകൻ ഇങ്ങനെ പറയുന്ന ആ രംഗം, ആ ശൂന്യതയിലും റസൂലുള്ളാഹിക്ക് അത് പറയാൻ പറ്റുന്നുണ്ട്. എന്നും അങ്ങനെയാണ്. ഖന്തക്കിന്റെ കിടങ്ങ് ഒഴിക്കുമ്പോൾ ആ പാറ കണ്ടപ്പോൾ പ്രവാചകൻ പ്ലാൻ നിർദ്ദേശിച്ച സൽമാനെ ഒന്നും പറയണില്ല, മറിച്ച് അത് മുന്നിൽ നിന്ന് ലീഡർ എന്നുള്ള നിലക്ക് അത് അടിച്ച് പൊട്ടിച്ച് 3 കഷ്ണമാക്കി. ഓരോ കഷ്ണവും പൊട്ടുമ്പോൾ അതിൽ നിന്ന് കത്തിപ്പടരുന്ന അഗ്നിനാളങ്ങളിൽ ഇസ്ലാമിന്റെ വിജയം, പേർഷ്യയോടുള്ള വിജയം, റോമിനോടുള്ള വിജയം, യമനിലെ വെള്ളക്കൊട്ടാരങ്ങൾ കീഴടക്കുന്ന വിജയം പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. അതൊക്കെ ഇന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളായി തുടരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് വിശ്വാസിക്ക് വേണ്ടത്. മൂന്നാമത്തത് കൂടിയാലോചനയാണ് ഏത് കാര്യത്തിലും. ഇതിന് നമുക്ക് ഉണ്ടാകേണ്ട പാടതാ. നമ്മളെ വീട്ടിൽ ഒരു ചീനച്ചട്ടി വാങ്ങുകയാണെങ്കിൽ അതിൽ ശൂറ വേണം. അതൊക്കെ വാങ്ങിയാൽ മതി എന്നല്ല, മനസ്സിലായില്ലേ? ഒരു ഫാന് വാങ്ങുകയാണെങ്കിൽ ഒരു ശൂറ വേണം. ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ ശൂറ വേണം. കൃത്യമായ ശൂറയുടെ വലിയ പാഠം ഇത് നടത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ശൂറ നടത്തിയിരുന്ന ആളാണെന്നാണ്. എന്താ, അനുയായികളോട് ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയിരുന്ന ആളാണ്. വഹിയുള്ള നബിയാണത്. ഭാര്യമാരോട് ശൂറ നടത്തുന്നുണ്ട് അല്ലേ. ഭാര്യമാരോട് നിർണായകമായ കാര്യമാണ്. ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോവുകയാണ്. ആരും തിരിച്ചു വരാൻ റെഡിയാണില്ല. ആരും ഉംറയിൽ നിന്ന് എന്താ പറയാ വിരമിക്കണമില്ല. അപ്പോൾ സഫിയ ബീവിനോട് പറയുന്നുണ്ട്, സഫിയ ആരും ഒന്നും ചെയ്യണില്ലല്ലോ, എല്ലാവരും നബിയെ നിങ്ങളാണ് മുടി മുറുക്കി. അപ്പം എല്ലാവരും എന്ത് ചെയ്യാണ്ട് മുറിക്കും, നിങ്ങളാണ്. അപ്പം റസൂലുള്ള പറഞ്ഞതനുസരിച്ച്, അവർ പറഞ്ഞതനുസരിച്ച് റസൂലുള്ള ചെയ്യണേ. പെണ്ണുങ്ങളെടുത്ത് നിന്ന് നല്ലൊരു നിർദ്ദേശം സ്വീകരിക്കുക, അവർ പറയണേ നല്ലൊരു മാർഗനിർദ്ദേശം സ്വീകരിക്കുക എന്ന് പറയുന്നത് കുറവൊന്നുമല്ല. നമ്മളെ ഭാര്യയോട് നമുക്ക് കൃത്യമായ ശൂറ ചെയ്യാവുന്നതേ ഉള്ളൂ. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നവർ, അവരുടെ പ്രത്യേകതയാണ് അംറുഹും ശൂറാ ബൈനഹും, അവര് ശൂറ ചെയ്യുന്നവരായിരിക്കും, ചർച്ച ചെയ്യുന്നവരായിരിക്കും. പ്രവാചകന്റെ ശൂറയുടെ ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാനത് നീട്ടി പറയണില്ല. ഒരുപാട് ഈ വ്യത്യസ്തമായ ശൂറകൾ ഈ ഹിജറയുടെ മുമ്പും ഇസ്ലാമിക ചരിത്രത്തിലും പ്രവാചകൻ നടത്തുന്നുണ്ട്. ശൂറ പ്രധാനമാണ്. ശൂറ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, യോഗം എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയാം, മലയാളത്തിൽ പറയാം മീറ്റിംഗ് എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയാം. ഖുർആനിലൊരു അധ്യായം തന്നെ ശൂറ എന്നാണ്. അപ്പം ചർച്ച വളരെ പ്രധാനമാണ് ഏത് കാര്യത്തിലേക്ക് പോകുമ്പോഴും. മറ്റൊന്ന് പ്ലാനിങ് ആണ്. പ്രവാചകൻ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നുണ്ട്. ഭക്ഷണം എത്തിക്കാൻ ഗർഭിണിയായ അസ്മാ ബീവിക്ക് ചുമതല കൊടുക്കുന്നുണ്ട്. ഒരു ഗർഭിണി ഇങ്ങനെ ഒരു പാത്രം പിടിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് ഭക്ഷണം കൊണ്ട് പോകുകയാണെന്ന് മനസ്സിലാവില്ല അല്ലേ. എന്താ, സൗർ ഗുഹയിൽ അവർ അഭയം തേടിയപ്പോൾ അങ്ങോട്ട് മല കയറി അവർ പോകുമ്പോൾ അത് ഭക്ഷണം കൊണ്ടാണെന്ന് തോന്നൂല. ഇങ്ങനെ പിന്നെ ആമിർ ബിൻ ഫുഹൈറയെ എന്താ വഴികാട്ടിയായി സ്വീകരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബിൻ അറക്കത്തിനെ വഴി കാണിക്കാൻ സ്വീകരിക്കുന്നുണ്ട്. ആമിർ ബിൻ ഫുഹൈറിനെ ആടിനെ കൊണ്ട് പിന്നാലെ കൊണ്ടുവരുന്നുണ്ട്. നബി മുന്നിലടക്കും, പിന്നിൽ ആട. എന്താ, കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവാചകൻ മുന്നിൽ നടന്ന കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളൊരു യാത്രക്ക് പോകുകയാണെങ്കിലും, ഒരു വീട് വെക്കുകയാണെങ്കിലും, ഒരു വണ്ടി വാങ്ങുകയാണെങ്കിലും, മോളെ കല്യാണമാണെങ്കിലും ഒക്കെ പ്ലാനിങ് ഭയങ്കര പ്രധാനം. നടന്നോളും എന്നല്ല, പ്രവാചകൻ വഹിയുള്ള റസൂലുള്ളാഹിയായിട്ടും റബ്ബിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ആ പ്ലാൻ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാഠങ്ങൾ വിശ്വാസികൾക്കുണ്ട്. പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഹിജ്റ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ഇന്നൽ മുഹാജിറ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. നമ്മുടെ കാലത്തെ ഹിജ്റ എന്താ അറിയും? ഒരു നാട്ടിൽ നിന്ന് എല്ലാം കൂടിയും കുറ്റിയും പറിച്ച് പോകുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ കാലത്തെ ഹിജ്റ എന്ന് പറയുന്നത് അത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവനൊരു സമ്പൂർണ്ണനായ മുഹാജിറായി മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് തിന്മയെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ സഹായിക്കുന്ന കാര്യമാണ് നോമ്പ്. അതുകൊണ്ട് പറഞ്ഞ പോലെ നമ്മൾ ഞായറും തിങ്കളുമാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പുണ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. വരും വർഷത്തെ പാപങ്ങളെ കംപ്ലീറ്റ് മായ്ച്ചു കളയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാചകൻ 9 നോറ്റിട്ടില്ല, ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ നോൽക്കുമായിരുന്നു എന്ന് പറഞ്ഞതാണ് 9 നോൽക്കാനുള്ള നമ്മുടെ പ്രചോദനം. അതുകൊണ്ട് നല്ല തണുപ്പ് കാലമാണ്. കുട്ടികളെയും മക്കളെയും ഒക്കെ എല്ലാവരെയും നോമ്പെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നീ ഒരു ഘട്ടത്തിൽ എല്ലാവരെയും ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്.
തീർച്ചയായും ഈ രംഗത്ത് കൂടുതൽ ഗൗരവതരമായ ചിന്തയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം.